വാർത്തകൾ വിശദമായി. ക്രിസ്തുവിനെയും അവിടുത്തെ സ്നേഹത്തെയും എല്ലാവരും അറിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നുവെന്നും ക്രൈസ്തവർ ആ ആഗ്രഹത്തിന്റെ ദൗത്യവാഹകരാണെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. ലോകം മുഴുവനിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്നും മിഷൻ ദിനത്തോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ ബലിമധ്യേയുള്ള സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ നിന്നുമുള്ള ഞങ്ങളുടെ പ്രതിനിധി ഫാദർ ജിയോ തരകന്റെ റിപ്പോർട്ടിലേക്ക്. പ്രത്യേക മിഷൻ മാസാചരണത്തിന്റെ സമാപനമായുള്ള പാപ്പായുടെ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുത്തവരും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുമടക്കം ആഗോള മിഷൻ ഞായറിൽ വത്തിക്കാൻ ചത്തുരത്തിൽ നിരവധി പേർ ഒത്തുകൂടിയിരുന്നു. നമ്മുടെ ദൗത്യം ക്രിസ്തുവിന് വേണ്ടി അനുഗ്രഹിക്കുവാനും ആശ്വസിപ്പിക്കുവാനും കൈപിടിച്ചുയർത്തുവാനും അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാകാനുമാണ് വിശുദ്ധ പത്രോസ്ലീഹായുടെ ബസിലിക്കായിൽ നടന്ന ബലിയർപ്പണത്തിൽ പാപ്പ പറഞ്ഞു. ക്രിസ്ത്യാനിയുടെ ദൗത്യത്തെ തിരിച്ചറിയുവാനും ധൈര്യമുള്ളവരാകാനും പാപ്പ ഓർമ്മിപ്പിച്ചു. ദൗത്യം ആരംഭിക്കുന്നതിനൊരുക്കമായി മലമുകളിൽ കയറിയ ശിഷ്യന്മാരെ പാപ്പ അനുസ്മരിച്ചു. ദൗത്യം ഏറ്റെടുക്കാൻ പ്രാർത്ഥനയാകുന്ന മലമുകളിലേക്ക് എല്ലാവരും കയറണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. ബെനഡിക്റ്റ് 15 പാപ്പയുടെ മാക്സിമും ഇല്യൂദ് എന്ന തിരുവെഴുത്ത് വഴി മിഷൻ ദിന ആചരണത്തിനായി ബെനഡിക്റ്റ് പാപ്പ നൽകിയ ദിശാബോധത്തെയും പാപ്പ ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവരുടെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് സ്നേഹിക്കുകയാണ് വേണ്ടത് എന്ന് പാപ്പ പറഞ്ഞു. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോട് തൻ്റെ 2ാം ലേഖനത്തിൽ പറയുന്നത് പോലെ സുവിശേഷം പ്രഘോഷിക്കേണ്ടത് ഉത്തരവാദിത്തപരമായ കടമയാണെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ മറിയത്തോട് സുവിശേഷത്തിൻ്റെ മിഷണറിമാർക്ക് കൂട്ടായിരിക്കണമേ, കാത്തു സംരക്ഷിക്കണമേ എന്നും പ്രാർത്ഥിച്ചു. ആഗോള മിഷൻ സൺഡേയോടനുബന്ധിച്ച് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒരുമിച്ച് കൂടിയ ദൈവവിശ്വാസികളോട് മിഷൻ സൺഡേയുടെ സന്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചു. 1926 പിയൂസ് 11 മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം ആരംഭിച്ച ആഗോള മിഷൻ സൺഡേ ആചരണത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നേ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൗത്യവും സമ്മാനവുമാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വത്തിക്കാനിൽ നിന്നും ഷെക്കൈന ന്യൂസിന് വേണ്ടി ഫാദർ ജിയോ തരകൻ. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.